എന്തായി പോയ കാര്യങ്ങള്? എന്തോ വെട്ടിപ്പിടിച്ചതുപോലുള്ള വരവാണല്ലോ. അയ്യോ, വെട്ടിപ്പിടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ കാര്യങ്ങൾ ഏകദേശം അടുത്ത് വരുന്നുണ്ട്. എന്നുവെച്ചാ അടുത്ത വർഷം തൊട്ട് മാധവൻ നായർ ജയന്തി സർക്കാർ പബ്ലിക് ഹോളിഡേ ആക്കി കൊടുക്കുവോ? അല്ല, നിന്റെ അച്ഛന്റെ പിറന്നാള് ഇന്ത്യൻ ഹിസ്റ്ററിയോട് ചേർന്നതാണല്ലോ. വേണ്ട, കളിയാക്കണ്ട. നിന്റെ അച്ഛനെ കളിയാക്കിയപ്പോ നിനക്ക് പിടിച്ചില്ലല്ലോ. അങ്ങനല്ലേ പ്രകാശേട്ടനോട്ട് വഴക്കുണ്ടാക്കിയത്? ഓ, വേണ്ടെങ്കി വേണ്ട. ആ, എന്നാലും കേക്കട്ടെ, നിന്റെ അച്ഛൻ പിറന്നാൾ ആഘോഷിക്കാൻ സമ്മതിച്ചോ? സമ്മതിച്ചിട്ടൊന്നുമില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതില്ല. മനോജ്, നിന്റെ ഏട്ടൻ പ്രകാശേട്ടന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച ഒന്നും നടക്കില്ല. ആ വീട്ടിലെ മൊത്തത്തിലൊരു വഴിമുടക്കിയ അയാള്. ഇപ്പോ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളോ? എന്ത് സംശയങ്ങള്? ആ സ്ത്രീയില്ലേ, നിന്റെ വന്ദന ചേച്ചി, അവരെന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അയാളുടെ പിൻബലത്തോടെ ആണോന്നാ. നമുക്കൊരു കുഞ്ഞുണ്ടായ സ്വത്ത് വീതിച്ചു പോവെന്ന് തോന്നിയ അയാൾ അതും ചെയ്യും. നീ എന്തിനാ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നത്? നോക്ക്, നമുക്കിപ്പോ എങ്ങനെയെങ്കിലും അച്ഛന്റെ പിറന്നാൾ ആഘോഷിച്ച് അച്ഛന്റെ പ്രീതി പിടിച്ചു പറ്റണം. നീ പോയി പ്രീതി പിടിച്ചു പറ്റൂ, അച്ഛന്റെ പാദസേവ ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. വെറുതെ എന്നെ അതിലേക്ക് വലിച്ചഴക്കരുത്. നീ അങ്ങനൊന്നും പറയാതെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ അതിന്റെ പ്രയോജനം നിനക്കും കിട്ടും. ഒന്നുമില്ലെങ്കിലും നമ്മൾ അമ്മ ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തിയതൊക്കെ എല്ലാരും അങ്ങ് മറക്കും. നിന്റെ പ്രകാശേട്ടന്റെ വിവരം കേട്ട വാക്കും കേട്ട് കുഴിയിലോട്ട് ഇറങ്ങാൻ എന്നെ കിട്ടില്ല. നീ പോവോ വരുവോ എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാൻ ആരുടെയും പിറന്നാളിനും വരുന്നില്ല, കുളിയടിയന്ത്രത്തിനും വരുന്നില്ല. നിന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകമുള്ള വീടാ അത്. നിന്നെ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ. നീ പറയുന്ന ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.